അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ കോവളം ട്രിപ്പിന്റെ പാർട്ട് 3 ആണ് കേട്ടോ. നമ്മൾ പാർട്ട് 1ഉം 2 ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തു, കുറച്ച് ദിവസമായി. അപ്പോൾ പാർട്ട് 3 അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ആസ് യൂഷ്വൽ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് വിഴിഞ്ഞത്തേക്കാണ് കേട്ടോ. വിഴിഞ്ഞം ഇപ്പം അടുത്ത് ഒരുപാട് വാർത്തകളിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഇന്റർനാഷണൽ സീപോർട്ട് വന്നത് വിഴിഞ്ഞത്താണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ടൂറിസം എന്നല്ല, ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് സീപോർട്ട് കാണാൻ വേണ്ടിയിട്ടും. പിന്നെ അതേപോലെ തന്നെ വലിയ കപ്പലുകളൊക്കെ ചരക്ക് കയറ്റാനും ഇറക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കോവളത്തായിരുന്നു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വെറും 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ടിക്കറ്റ് വരുന്നത് വിഴിഞ്ഞത്തേക്ക്. നമ്മൾ KSRTCയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ സ്റ്റാൻഡിൽ നിന്ന്. അങ്ങനെ നമ്മൾ പോയി അവിടുന്ന് കുറച്ച് ടൈമൊക്കെ അവിടെ നിന്നതിന് ശേഷം, വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ പോയത്, വെയിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അവിടെയൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. രാത്രി ആയിട്ടോ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും. ഞങ്ങൾ തിരിച്ച് ബസ്സിൽ വന്ന് അവിടെ നിന്ന് നടന്ന് വരികയാണ് ചെയ്തത് റിസോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അവിടെ പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തു. രാത്രി ആവുന്ന സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നല്ല ആംബിയൻസ് ആണ്. പിന്നെ അല്ലിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ, അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. കുളിക്കാനൊന്നും ഇഷ്ടമല്ല, പക്ഷെ സ്വിമ്മിംഗ് പൂൾ ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ അവളെ കുറച്ച് ടൈമൊക്കെ പൂളിലൊക്കെ ഇറക്കി കളിച്ചതിന് ശേഷം പിന്നെ ഇർഷാന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്, അവരൊരുമിച്ച് പഠിച്ചതായിരുന്നു. ധന്യ എന്നാണ് ചേച്ചീന്റെ പേര്. അപ്പൊ ചേച്ചി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് എന്ന്. അവര് ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ താമസമൊക്കെ ഇവിടെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ അവർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോവാന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ വീണ്ടും വിഴിഞ്ഞത്തേക്ക് തന്നെയാണ് വന്നത്. അപ്പം തന്നെ സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നൈറ്റൊക്കെ ഫുഡ് കഴിക്കാൻ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ്. അവിടെ ഇതിന് വേണ്ടിയിട്ടൊരു ഏരിയ തന്നെയുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് സീ ഫുഡ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഓട്ടോക്കാരൻ നമ്മളെ കൊണ്ടിറക്കി. അങ്ങനെ കുറേ ഹോട്ടലൊക്കെ സജസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ കുറേ പേര് നമ്മൾ അവരുടെ ഹോട്ടലിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ നോക്കി സാൽമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് കേട്ടോ. അവിടുന്ന് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊക്കെ ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. മസാല തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തരും. പിന്നെ അതേപോലെ ചുട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി തരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിട്ടിയ ഫുഡെല്ലാം ബാക്കിയാക്കാതെ തന്നെ ഫുള്ള് കഴിച്ച് പാത്രം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. നമ്മൾ അങ്ങനെ അവിടെ 2 ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം 3ാമത്തെ ദിവസം നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. വെക്കേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ അവർ വിളിച്ചു തന്നു. അത് വിളിച്ചതിന് ശേഷം നേരെ നമ്മൾ കോവളം ജംഗ്ഷനിലെത്തി. അവിടുന്ന് നമ്മൾ ബസ്സിൽ തമ്പാനൂരേക്കാണ് നേരെ പോയത്. അവിടുന്ന് നമ്മൾ പിന്നെ ചേച്ചീന്റെ സ്കൂട്ടി എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ മൊത്തം കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബസ്സിൽ ഓരോന്നും ഇങ്ങനെ കയറി ഇറങ്ങാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി കുട്ടിയുള്ളത് കൊണ്ട്. അപ്പൊ അവര് സ്കൂട്ടി എടുത്തോളാൻ പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനെ സ്കൂട്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ ലുലു മോൾ വെച്ചുടിച്ചു. ലുലു മോളിൽ എത്തിയ സമയത്ത് അവിടെ ലുലു പിന്നെ ഫാഷൻ വീക്കിന്റെ അതുതന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ റാമ്പും കാര്യങ്ങളൊക്കെ ട്രയൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് സമയം നിന്ന് പിന്നെ അവിടെ കൂടെയൊക്കെ കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ അവിടെ നിന്ന് മോളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ വെറുതെ എടുത്തു കേട്ടോ. വെറുതെ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു, എവിടെന്നെങ്കിലൊക്കെ നല്ല സ്പോട്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അവളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ലുലുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് സൂയിലേക്കാണ് കേട്ടോ. അവിടേക്ക് എത്തിയപ്പോഴത്തേക്കിന് ഏകദേശം 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുറേ ചുറ്റിക്കറങ്ങി നടക്കാനുണ്ട്. എനിക്ക് മറ്റേ കനകക്കുന്ന് പാലസ് ഒക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റില്ല എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു ഭാഗത്ത് കൂടെ കയറി ഓരോന്നും കണ്ട് നമ്മൾ അടുത്ത ഭാഗത്ത് കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഒത്തിരി സമയം പിടിക്കും. അങ്ങനെ എനിക്ക് ഏറ്റവും
കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലിക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പലതരം ജീവികൾ, കടുവ, പുലി, മറ്റേ മുതല എന്നൊക്കെ പറഞ്ഞ് പല പല സംഭവങ്ങളുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഞാൻ കണ്ടില്ല. അവൾ എന്തിനെ കണ്ടാലും ഇങ്ങനെ അമ്പ എന്നൊക്കെ പറഞ്ഞ്, മറ്റേ സിംഹത്തിനെ കണ്ടിട്ട് വരെ അമ്പ എന്ന് പറഞ്ഞ് അപമാനിച്ചു. അവൾക്ക് അത്രയേ ഉള്ളൂ. ഇവനെ കണ്ടോ, ഇവന്റെ സൈസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. ഈ സെയിം സമയത്ത്, അതായത് നമ്മളിവിടെ പോയ സമയത്താണ് ഞങ്ങളുടെ നാട്ടില് കടുവേന്റെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ കുറെ നേരം ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ നമ്മള് സൂന്ന് ഇറങ്ങി നേരെ നമ്മള് ഇർഷേന്റെ ഫ്രണ്ടിന്റെ റൂമിൽ പോയി അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു നമ്മുടെ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ട്രെയിനിൽ കയറിട്ടോ. നമ്മൾ ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസമല്ല, ഒരു 10-20 ദിവസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് RAC ആണ് കിട്ടിയത്. നിലമ്പൂര് വരെ നമുക്ക് പോരാൻ പറ്റുമായിരുന്നു. കാരണം രാജാറാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നിലമ്പൂര് വരെ പിന്നെ വേറെ ട്രെയിൻ മാറിക്കയറൊന്നും വേണ്ടിയിരുന്നില്ല. നമ്മൾ രാത്രി അവിടുന്ന് കയറി 8 മണി 8:30 ആ സമയത്ത് കയറി നമ്മൾ പുലർച്ചെയാണ് 5 മണി 5:30 ആ സമയത്താണ് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലിക്ക് പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം ഓക്കെയാണ്. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് ആള് ഒട്ടും ഓക്കെ അല്ല. കാരണം ആൾക്ക് റൂമിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉറക്കം വരുള്ളൂ. അങ്ങനെ 3 ദിവസത്തെ ഞങ്ങളുടെ കോവളം ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്, ഒപ്പം വ്ളോഗും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.